ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രധാന നിരീക്ഷണങ്ങളുമായി സുപ്രീംകോടതി. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല എന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന അഭിപ്രായപ്പെട്ടു. ശബരിമലയിൽ പോയ ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണോ എന്ന് ജസ്റ്റിസ് നാഗരത്ന ആരാഞ്ഞു. വിശ്വാസികൾക്ക് അല്ലാത്തവർക്കും ക്ഷേത്രത്തിൽ പോകാമെന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സീനിയർ അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് വാദിച്ചു. കേസിൽ വാദം തുടരുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, വാദം ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ ചോദിച്ചത്? വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞതൊരു സുപ്രധാന നിരീക്ഷണമാണ്. മോദി, തീർച്ചയായും വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10-ാം ദിവസമാണ് ഇന്ന് ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് ആരംഭിച്ചത്. മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആണ് ബിന്ദു അമ്മിണിക്കും കനകദുർഗയ്ക്കും വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. ഇവരുടെ വാദം ഉന്നയിക്കുന്ന സമയത്താണ് ജസ്റ്റിസ് ബി വി നാഗരത്നയും ജസ്റ്റിസ് എം സുന്ദരേശും ജസ്റ്റിസ് അമാനുള്ളയുടെയും ഭാഗത്ത് നിന്ന് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളും മറ്റും ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ നിരീക്ഷണങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കാര്യം, ഈ അവിശ്വാസികളായിരിക്കുന്നവർക്ക് എങ്ങനെ ഈ ക്ഷേത്രത്തിൽ പോകണമെന്ന എന്ന ആവശ്യം അവർക്ക് ഉന്നയിക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും പോകാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലമാണോ ക്ഷേത്രം എന്ന തരത്തിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി ആചാരങ്ങൾ അത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന ആവശ്യമില്ല എന്നും ബെഞ്ചിലെ ചില ജഡ്ജിമാർ ഇന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മല കയറിയ, അതായത് ശബരിമലയിൽ പോയ ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണോ എന്ന കാര്യം അവർക്ക് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷക ഇന്ദിര ജയ്സിംഗിനോട് ഇന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന ആരാഞ്ഞു. ഇതിന് നേരിട്ടൊരു ഉത്തരം നൽകുവാൻ ഇന്ദിര ജയ്സിംഗ് തയ്യാറായില്ല. മറിച്ച് ബിന്ദു 11-ാം വയസ്സിൽ അമ്മയ്ക്കൊപ്പം ശബരിമലയിൽ പോയിട്ടുണ്ട്. പിന്നീട് എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യം കുടുംബം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവതീ പ്രവേശന വിധിക്ക് ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം ശബരിമലയിലേക്ക് പോയതെന്ന് ആണ് ഇന്ന് സീനിയർ അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് കോടതിയെ അറിയിച്ചത്. കനകദുർഗയുടെ കാര്യത്തിൽ അവർ ഈ ശബരിമലയിൽ പോയതിനു ശേഷം കുടുംബത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായ കാര്യവും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിന്ദു അമ്മിണി ഈ കേരളം വിട്ടതായും, അതായത് ശബരിമലയിൽ പോയതിനു ശേഷം അവർക്ക് കേരളത്തിൽ നിൽക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തുടർന്ന് അവർ കേരളം വിട്ടു. ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ താനാണ് അത് നിരുത്സാഹപ്പെടുത്തിയതെന്ന് ഈ ഇന്ദിര ജയ്സിംഗ് ഇന്ന് കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും ഈ കേസിൽ ഉച്ചയ്ക്ക് ശേഷം, ഇപ്പോൾ ഉച്ചയൂണിനായി കോടതി പിരിഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇന്ദിര ജയ്സിംഗിന്റെ വാദം സുപ്രീം കോടതിയിൽ തുടരുന്നതായിരിക്കും. ശരി.